നമ്മുടെ വീട്ടിലൊക്കെ കോഴിയൊക്കെ വളർത്തില്ലേ? കോഴീനൊക്കെ വളർത്തി കഴിയുമ്പോൾ നമ്മൾ കോഴിക്കൂട്ടിൽ തുറന്ന് തീറ്റ വെച്ചിട്ട് കോഴിക്കൂട് തുറക്കില്ലേ? അതുപോലെ തുറന്ന് നോക്കുമ്പോൾ കോഴികൾ തന്നെയില്ല. അതുപോലെ തന്നെ ഇവർ വന്നിരിക്കുന്നത്. ഒരു അമ്പലത്തിലൊക്കെ പ്രസാദം കൊടുക്കേണ്ട ഒരു രീതികളൊക്കെ ഉണ്ട്. കാരണം അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ക്യൂ നിന്ന് അതിൽ ഓരോ കൈകളിലും വെച്ച് കൊടുക്കാറുണ്ട്. ക്യൂ നിന്ന് അതിൻ്റെ രീതിക്ക് ചെയ്യാം. ഇത് എന്നടാ ഒരു നമുക്കാണെങ്കിൽ അവർ അത്രയും പട്ടിണി കിടന്നിട്ട് ആ ദാരിദ്ര്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷണം കാണുമ്പോൾ അങ്ങനെ കാണിക്കാം. ഇത് എന്താണെന്നറിയില്ല, ചവിട്ടി കുഴച്ച് കണ്ടിട്ട് ഛർദ്ദിക്കാൻ പറ്റും. അതെങ്ങനെ ഒരു വാരി തിന്നണേന്നറിയില്ല. ഉഹ്, ഇതൊക്കെ ഏത് അമ്പലത്തിലാണ് ഇങ്ങനെയൊക്കെ ആചാരമുള്ളത്? ഗുജറാത്തിലൊക്കെ പറയാൻ പറ്റും. മറ്റേ കെ ജി എഫിനകത്ത് ഗരുഡ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. ബിരിയാണി ഇട്ട് കൊടുത്തു. എന്നിട്ട് അവരെ കൊണ്ടുപോയി ഇങ്ങനെ ആർത്തി പിടിച്ച് തിന്നണ സീൻ കണ്ടല്ലോ. ചിലപ്പോൾ ഇവന്മാരെ കൊണ്ടുപോയി എങ്ങാനും ബലി കൊടുക്കാനാണോ? അതും പറയാൻ പറ്റില്ല. ഇത്രയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിനും സംഭവിക്കും. ഉത്തരേന്ത്യയിലൊക്കെ ബലി കൊടുത്ത ഒരുപാട് കഥകളില്ലേ? പറയാൻ പറ്റില്ല. ഉഹ്, എന്തോന്ന് ഏത് അമ്പലമാണ് ഒരു ഗുജറാത്തിലുള്ള ഒരു അമ്പലമാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ പ്രസാദമൊക്കെ. ആ പ്രസാദം അവർക്ക് മാന്യമായിട്ട് അവർ അന്നദാനം വിളിച്ച് ക്യൂ ആയിട്ട് കൊടുത്തതിന് എത്ര നല്ലതായിരിക്കും. ഇത് ചുമ്മാ കിടന്ന് ആ തിക്കിലും തിരക്കപ്പെട്ട് കൊച്ചു കുട്ടികളൊക്കെ ഇടയ്ക്ക് കാണും. അല്ല ആരോഗ്യം കുറഞ്ഞ പ്രായമായവരും കാണും. എല്ലാം കിടന്ന് അവർക്കും എല്ലാം ചവിട്ടി ഇട്ടിട്ട് അവരും എല്ലാം മരണപ്പെട്ടാലും വല്ലതും സംഭവിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് പോലീസുകാരൊക്കെ പോയില്ലേ? ഇവരൊക്കെ എന്നാ കാണിക്കാൻ? എല്ലാത്തിനും ബോധവും ഇല്ലേ, വെളിവും ഇല്ലേ പോലും.